ഹരേ കൃഷ്ണ. ചൈതന്യ ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എൻ്റെ ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 10ാമത്തെ അധ്യായം ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായത്തിലെ 61ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 10ാം അധ്യായം 61ാമത്തെ ശ്ലോകം. ശിവാനന്ദേര ഉപശാഖ താൻഡ്ര പരികര പുത്രഭൃത്യാധികാരി ചൈതന്യ കിങ്കര. ശബ്ദാർത്ഥം: ശിവാനന്ദ സേനയുടെ ഉപശാഖ താൻഡ്ര അദ്ദേഹത്തിന്റെ പരികര സഹായികൾ, പുത്രന്മാർ, ഭൃത്യ ദാസന്മാർ, ആദി ഇവരെല്ലാം കരി ഒരുമിച്ച് എടുക്കുക, ചൈതന്യ കിങ്കര മഹാപ്രഭുവിന്റെ ഭൃത്യന്മാർ. വിവർത്തനം: ശിവാനന്ദ സേനന്റെ പുത്രന്മാരും ഭൃത്യന്മാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു ഉപശാഖ ഉണ്ടായി. അവരെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകരായിരുന്നു. ശ്ലോകം 62. ചൈതന്യദാസ രാമദാസ ആര കർണപുര ദീനപുത്ര ശിവാനന്ദേര പ്രഭുര ഭക്ത ശൂര. ചൈതന്യദാസ രാമദാസ ആര കർണപുര ദീനപുത്ര ശിവാനന്ദേര പ്രഭുര ഭക്ത ശൂര. ചൈതന്യദാസ രാമദാസ ആര കർണപുര ദീനപുത്ര ശിവാനന്ദേര പ്രഭുര ഭക്ത ശൂര. ശബ്ദാർത്ഥം: ചൈതന്യദാസൻ, രാമദാസൻ ആര, കർണപൂരൻ, ദീനപുത്ര 3 പുത്രന്മാർ, ശിവാനന്ദ സേനയുടെ പ്രഭുര മഹാപ്രഭുവിന്റെ ഭക്തശൂര ശൂരന്മാരായ ഭക്തരുടെ. വിവർത്തനം: ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി ശീല പ്രഭുപാദി ജയ. വിവർത്തനം: ശിവാനന്ദ സേനന്റെ പുത്രന്മാരായ ചൈതന്യദാസനും രാമദാസനും കർണപൂരനും മഹാപ്രഭുവിന്റെ ശൂരന്മാരായ ഭക്തന്മാരായിരുന്നു. ഭാവാർത്ഥം: ശിവാനന്ദ സേനന്റെ മൂത്രപുത്രനായ ചൈതന്യദാസൻ കൃഷ്ണ കർണാമൃതത്തിന് ഒരു വ്യാഖ്യാനം എഴുതുകയും അത് പിന്നീട് ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ തന്റെ പത്രമായ സജ്ജന തോഷിണിയിൽ വിവർത്തനം ചെയ്യുകയുണ്ടായി. വിദഗ്ധാഭിപ്രായ പ്രകാരം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ചൈതന്യ ചരിതത്തിന്റെ ചിലപ്പോൾ ചൈതന്യ ചരിതാമൃതം എന്നും അറിയപ്പെടുന്നു. ഗ്രന്ഥകർത്താവ് ചൈതന്യദാസനായിരുന്നു. പൊതുവെ കരുതപ്പെടുന്നത് പോലെ ഗ്രന്ഥകർത്താവ് കവി കർണപൂരനല്ല. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അഭിപ്രായമാണിത്. ശ്രീ രാമദാസൻ ശിവാനന്ദ സേനന്റെ 2ാമത്തെ പുത്രനായിരുന്നു. കൃഷ്ണലീലയിലെ ദക്ഷണൻ എന്നും വിചക്ഷണൻ എന്നും പേരുള്ള 2 പ്രശസ്തരായ തത്തകൾ കവി കർണപൂരന്റെ മൂത്ത സഹോദരന്മായ ചൈതന്യദാസൻ രാമദാസനും ആയി തീർന്നുവെന്നും 3ാമത്തെ പുത്രനായ പരമാനന്ദദാസൻ എന്നുകൂടി അറിയപ്പെടുന്ന കവി കർണപൂരൻ അദ്വൈത പ്രഭുവിന്റെ ശിഷ്യനായിരുന്ന ശ്രീനാഥ പണ്ഡിതനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുവെന്നും ഗൗര ഗണോദേശ ദീപിക 145 പറഞ്ഞിരിക്കുന്നു. കർണപൂരൻ വൈഷ്ണവ സാഹിത്യത്തിൽ പ്രാധാന്യമുള്ള ആനന്ദ വൃന്ദാവന ശംഭു, അലങ്കാര കൗസ്തവം, ഗൗര ഗണോദേശ ദീപിക, മഹാ ഇതിഹാസമായി ചൈതന്യ ചന്ദ്രോദയം നാടകം എന്നിവ പോലുള്ള അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ശകാബ്ദം 1448 AD 1526 ജനിച്ച അദ്ദേഹം 1488 മുതൽ 1498 വരെ തുടർച്ചയായി 10 വർഷം ഗ്രന്ഥങ്ങൾ രചിച്ചു.
मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददामीश्च वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं सहनुतातं विन्दं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सन्निधर्शनविशाखांश ओम विष्णुपदाय कृष्णपृष्ठाय श्रीमदे भक्ति वेदांत स्वामी नामे नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः हरे कृष्ण നമ്മൾ ഈ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായം ആണ് ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു അധ്യായത്തില് നമുക്ക് എങ്ങനെയാണ് ഒരു വൃക്ഷത്തിൽ പല പല ശാഖകളുണ്ട്, അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ പല പല അനുയായികൾ അവര് ശാഖകളെ പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ശാഖയും ഉപശാഖയായിട്ടൊക്കെ കാണാൻ സാധിക്കും. നമ്മള് ഈ ഒരു 61ാം ശ്ലോകത്തിൽ കണ്ടു അല്ലെ, ശിവാനന്ദ സേനന്റെ പുത്രന്മാരും ഭൃത്യന്മാരടക്കം അവരൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ഉപശാഖയാണ്. നമുക്കൊരു ശാഖ ഉണ്ടാവും, പിന്നെ അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സബ് ബ്രാഞ്ച് എന്ന് പറയുന്ന ഉപശാഖയായിട്ട് ശിവാനന്ദ സേനന്റെ ആ കുടുംബം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഉപശാഖയായിട്ട് മാറി. അപ്പൊ അതിലവര് പുത്രന്മാരുണ്ടായി, വൃത്യന്മാരുണ്ടായി, കുടുംബാംഗങ്ങളൊക്കെ ചേർന്നു. അപ്പൊ അവരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത സേവകരായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ അവരുടെ പുത്രന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശിവാനന്ദ സേനന്റെ പുത്രന്മാർ അല്ലെ, നമ്മൾ ശിവാനന്ദ സേനയെ പറ്റിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. എന്താണ് അദ്ദേഹത്തിന്റെ എങ്ങനെ എത്രത്തോളം ഭഗവാൻ ഭഗവാനെ ഒന്നും പ്രതീക്ഷിക്കാതെയും എന്ത് സംഭവിച്ചാലും ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യുന്നത് നമുക്ക് പഠിപ്പിച്ച് തന്നു. പിന്നെ അതിന്റെ ലീലകൾ നമുക്ക് ഇനി കാണാൻ സാധിക്കും, ഇനി വരുന്ന അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് ചൈതന്യദാസൻ, രാമദാസൻ, കർണപൂരൻ എന്ന് പറഞ്ഞ 3 പേര്. അവരൊക്കെ മഹാപ്രഭുവിന്റെ ശുദ്ധ ഭക്തന്മാരായിരുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതില് മൂത്ത പുത്രനാണ് ചൈതന്യദാസൻ എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് കൃഷ്ണകർണാവത്തിന്റെ ഒരു വ്യാഖ്യാനം എഴുതുകയുണ്ടായി. അതാണ് പിന്നെ ഭക്തിസിദ്ധ സരസ്വതി മഹാരാജ് അദ്ദേഹത്തിന്റെ പത്രമാണ് സജ്ജന തോഷിണി എന്ന് പറയുന്നത്. ആ പത്രത്തിൽ അതിനെപ്പറ്റി വിവർത്തനമൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാണ്, വിദഗ്ധാഭിപ്രായകാരം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ചൈതന്യ ചരിതത്തിന്റെ ഗ്രന്ഥകർത്താവ് ചൈതന്യദാസനായിരുന്നു. അപ്പൊ ചൈതന്യ ചരിതം എന്നുണ്ട് ഉള്ളൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അതിന്റെ ഓതർ അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നതും ഈ ചൈതന്യദാസനാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് രാമദാസൻ, ശിവാനന്ദ സേനന്റെ 2ാമത്തെ പുത്രനാണ്. അപ്പൊ അതുപോലെ അദ്ദേഹം ഈ 2 പുത്രന്മാരെ പറ്റി പറയുന്നത് വെച്ചാൽ നമുക്കറിയാം, ഈ ചൈതന്യ ലീലയിൽ വന്ന പല ഭക്തന്മാരും കൃഷ്ണലീലയിലുള്ള ഭക്തന്മാരായിരുന്നു. അവര് ഗൗരവ ഗണേശ ദീപിക എന്ന ഒരു ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് ആരായിട്ട് വന്നു. അതിൽ പറയാണ്, ദക്ഷൻ വിചക്ഷണ എന്ന് പറയുന്ന 2 തത്വങ്ങൾ ഉണ്ടായിരുന്നു. ആ തത്വങ്ങളാണ് ഈ 2 ചൈതന്യദാസനും രാമദാസൻ എന്ന് പറയുന്ന 2 പേര്. പിന്നെ 3ാമത്തെ പുത്രനാണ് പരമാനന്ദദാസൻ. അപ്പൊ അദ്ദേഹത്തിന് വേറൊരു പേരാണ് കവി കർണപൂരൻ എന്നുള്ള പേരാണ് കൊണ്ടാണ് അത് പ്രസിദ്ധി നേടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അദ്വൈത പ്രഭുവിന്റെ ശിഷ്യനായ ശ്രീനാഥ് പണ്ഡിതൻ എന്ന അദ്ദേഹത്തിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹം അതുപോലെ തന്നെ ഒരുപാട് വൈഷ്ണവ സാഹിത്യത്തിൽ പ്രാധാന്യമുള്ള പല പല ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നു. ആനന്ദ വൃന്ദാവന ചമ്പു, അതുപോലെ തന്നെ അലങ്കാര കൗസ്തുഭം, ഗൗരഗണേശ ദീപിക എന്ന ഇതിഹാസങ്ങൾ, പിന്നെ ചൈതന്യ ചരിതം, എസ്പെഷ്യലി ചന്ദ്രോദയ നാടകം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതൊക്കെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ച് തന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഓൾമോസ്റ്റ് 10 വർഷത്തോളം അദ്ദേഹം ഗ്രന്ഥങ്ങൾ മാത്രം രചിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആ സേവനം ചെയ്തത്. കാരണം ഈ ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അവരുടെ ലീലകൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഈ ഗ്രന്ഥങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഓരോ വൈഷ്ണവരുടെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അറിയാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് ശ്ലോകം 63. ശ്രീവല്ലഭസേന ആരാസേന ശ്രീകാന്ത ശിവാനന്ദ സംബന്ധേ പ്രഭുരഭക്ത ഏകാന്ത. ശ്രീവല്ലഭസേന ആരാസേന ശ്രീകാന്ത ശിവാനന്ദ സംബന്ധേ പ്രഭുരഭക്ത ഏകാന്ത. ശ്രീവല്ലഭസേന ആരാസേന ശ്രീകാന്ത ശിവാനന്ദ സംബന്ധേ പ്രഭുരഭക്ത ഏകാന്ത.
ശബ്ദാർത്ഥം ശ്രീ വല്ലഭസേന. ശ്രീ വല്ലഭസേനൻ ആരാ? സേന ശ്രീകാന്ത. ശ്രീകാന്ത സേനൻ. ശിവാനന്ദ ശിവാനന്ദ സേനൻ. സംബന്ധേ ബന്ധത്തിൽ പ്രഭുര ഭഗവാന്റെ ഭക്തന്മാർ ഏകാന്ത അചഞ്ചലമായ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയാചരണാരവിന്ദ ഭക്തി സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കീ ജയ്. വിവർത്തനം ശ്രീ വല്ലഭസേനനും ശ്രീകാന്തസേനനും ശിവാനന്ദ സേനന്റെ ഉപശാഖകളായിരുന്നു. എന്തെന്നാൽ അവർ അദ്ദേഹത്തിന്റെ അനന്തരന്മാർ മാത്രമല്ല, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അചഞ്ചല ഭക്തന്മാരും ആയിരുന്നു. ഭാവാർത്ഥം പുരിയിലേക്കുള്ള മാർഗമധ്യേ നിത്യാനന്ദ പ്രഭു ശിവാനന്ദ സേനനെ വഴക്കു പറഞ്ഞപ്പോൾ ശിവാനന്ദന്റെ ഈ രണ്ട് അനന്തരന്മാരും പ്രതിഷേധമെന്ന നിലയിൽ സംഘത്തിൽ നിന്ന് പിരിഞ്ഞ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ജഗന്നാഥ്പുരിയിലേക്ക് പോയി. മഹാപ്രഭുവിന് ഈ യുവാക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാൽ അവർക്ക് ശിവാനന്ദന്റെ സംഘം എത്തിച്ചേരുന്നതുവരെ പ്രസാദം നൽകാൻ തന്റെ സ്വകാര്യ സഹായിയായിരുന്ന ഗോവിന്ദനോട് ആവശ്യപ്പെടുകയും ചെയ്തു. രഥയാത്രാ സങ്കീർത്തന വേളയിൽ ഈ രണ്ട് സഹോദരന്മാരും മുകുന്ദൻ നയിച്ച സംഘത്തിലെ അംഗങ്ങളായിരുന്നു. കാത്യായനി എന്ന് നാമമുള്ള ഗോപികയാണ് ശ്രീകാന്ത സേനനായി പ്രത്യക്ഷപ്പെട്ടതെന്നും ഗൗര ഗണേശ ദീപികയിൽ 174 പറയുന്നു. അപ്പൊ അടുത്തൊരു ഉപശാഖയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ശിവാനന്ദ സേനന്റെ അനന്തരന്മാരായിട്ടുള്ള രണ്ട് ആൾക്കാർ, ശ്രീ വല്ലഭസേനനും പിന്നെ ശ്രീകാന്ത സേനൻ എന്ന് പറഞ്ഞ രണ്ട് ഉപശാഖകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവർ അചഞ്ചലമായ ഭക്തന്മാരായിരുന്നു. അപ്പൊ അചഞ്ചല ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംഭവിച്ചാലും ഒരിക്കലും അവര് ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് മാറി നിൽക്കാത്ത വ്യക്തികളാണ് അചഞ്ചല ഭക്തന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അചഞ്ചലമായ വിശ്വാസവും ഭഗവാനിലുണ്ട്. അപ്പം ഇതിൽ പറയുന്നു ഈ പവാർത്ഥത്തില് നമുക്കറിയാം, ശിവാനന്ദ സേനൻ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നുള്ള എല്ലാ ഗ്രാമവാസികളെയും കൂട്ടിക്കൊണ്ട് പുരിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പം പുരിയിലേക്ക് ആ മാർഗമധ്യേ എന്ത് സംഭവിച്ച നിത്യാനന്ദ പ്രഭു ഇടയ്ക്ക് വെച്ച് ഈ ശിവാനന്ദ സേനാണ് ഈ ഭക്തന്മാരുടെ ഒക്കെ താമസം, അവരുടെ പ്രസാദം ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശിവാനന്ദ സേൻ എന്ന് പറഞ്ഞ ആ ഒരു ഭക്തൻ. അപ്പൊ എന്ത് സംഭവിച്ച ഒരു സമയത്ത് എത്തിയപ്പോൾ നിത്യാനന്ദ പ്രഭുവിന് വിശന്ന് വന്നു. അപ്പൊ ആ സമയത്ത് പ്രസാദം ഒന്നും അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ശിവാനന്ദ സേനൻ അവിടെ വെച്ച് നിത്യാനന്ദ പ്രഭു ശിവാനന്ദ സേന വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ വഴക്ക് പറഞ്ഞ സമയത്ത് അതിന്റെ ഒരു ലീല പിന്നെ വരുന്നുണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വഴക്ക് പറഞ്ഞ സമയത്ത് ഈ രണ്ട് അനന്തവന്മാർക്ക് വളരെ വിഷമമായി. അവര് പ്രതിഷേധം എന്ന നിലയിൽ എന്ത് ചെയ്തു? അവര് മുന്നോട്ട് നടന്ന് അവര് നേരെ ജഗന്നാഥ്പുരിയിലെത്തി ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു അറിഞ്ഞു ആക്ച്വലി എന്താണ് സംഭവിച്ചത്. കാരണം മഹാപ്രഭുവിനെല്ലാം അറിയാലോ, ഭഗവാൻ പരമാത്മായിട്ടെല്ലാം ഹൃദയത്തിലുള്ളതുകൊണ്ട്. അപ്പൊ മഹാപ്രഭു എന്ത് ചെയ്തു? അപ്പൊ ഈ ഇവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ശിവാനന്ദ സേനനും ആ ഒരു പാർട്ടിയും എത്തുന്നത് വരയ്ക്കും ഉള്ള പ്രസാദൊക്കെ ഗോവിന്ദൻ, നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ സേവന ഗോവിന്ദൻ വഴി ഇവർക്കെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ രണ്ട് സഹോദരന്മാരെന്ന് പറയുന്നത് അവരറിയാം, നമുക്കറിയാം രഥയാത്ര സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളായിട്ടാണ് സങ്കീർത്തനം നടക്കുന്നത്. അങ്ങനെ അപ്പം അത്രയും ഗ്രൂപ്പുകൾക്കും ഡാൻസ് ചെയ്യാൻ ഒരാളുണ്ടാവും, പാടാൻ ഒരാളുണ്ടാവും, പിന്നെ കർത്താലും മൃദംഗം അങ്ങനെയൊക്കെ ഒരു റേഷ്യോ വെച്ചിട്ടാണ് അവർ സങ്കീർത്തനം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അതിന് മുകുന്ദ എന്ന് പറഞ്ഞ ദത്ത എന്ന് പറഞ്ഞ ഒരു ഭക്തനുണ്ട്. അദ്ദേഹം നയിച്ച ആ ഒരു സംഘത്തിലെ രണ്ട് അംഗങ്ങളായിരുന്നു ഈ രണ്ടുപേരും, ശ്രീവല്ലഭസേനനും ശ്രീകാന്തസേനനും എന്ന് പറഞ്ഞ ഈ രണ്ട് ഭക്തന്മാർ. അപ്പം നമുക്കറിയാം കാത്യായനി എന്ന് പറഞ്ഞൊരു ഗോപിയുണ്ട്. ആ ഗോപിയാണ് ശ്രീകാന്ത സേനയായിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഗൗരഗണേശ ദേവിയിൽ പറയുന്നു എന്നാണ് ഇതിൽ പറയുന്നത് ഭാവാർത്ഥത്തിൽ. അടുത്തൊരു ശ്ലോകം 64. പ്രഭുപ്രിയ ഗോവിന്ദാനന്ദ മഹാഭാഗവത പ്രഭുര കീർത്തനീയ ആദി ശ്രീ ഗോവിന്ദ ദത്ത. പ്രഭുപ്രിയ ഗോവിന്ദാനന്ദ മഹാഭാഗവത പ്രഭുര കീർത്തനീയ ആദി ശ്രീ ഗോവിന്ദ ദത്ത. പ്രഭുപ്രിയ ഗോവിന്ദാനന്ദ മഹാഭാഗവത പ്രഭുര കീർത്തനീയ ആദി ശ്രീ ഗോവിന്ദ ദത്ത. ശബ്ദാർത്ഥം പ്രഭുപ്രിയ, പ്രഭുവിന് പ്രിയപ്പെട്ട, ഗോവിന്ദാനന്ദൻ, മഹാഭക്തൻ, പ്രഭുവിന്റെ, കീർത്തനീയ, കീർത്തനം ചെയ്യുന്നവൻ, ആദ്യത്തെ ശ്രീ ഗോവിന്ദദത്തൻ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വാമി പ്രഭാഷയിലെ പ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം ചൈതന്യ വൃക്ഷത്തിന്റെ 25ാമത്തെയും 26ാമത്തെയും ശാഖകളായ ഗോവിന്ദാനന്ദനും ഗോവിന്ദദത്തനും ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ സംഘത്തിൽ കീർത്തനം ചെയ്യുന്നവരായി ഇരുന്നു. ഗോവിന്ദദത്തൻ മഹാപ്രഭുവിന്റെ കീർത്തന സംഘത്തിലെ മുഖ്യ ഗായകനായിരുന്നു. ഭാവാർത്ഥം ശ്രീ ഗോവിന്ദദത്തൻ ഘടതകയ്ക്ക് സമീപമുള്ള സുഖചര ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇവിടെ
നമുക്കറിയാം പ്രവർത്തനത്തിൽ അടുത്ത രണ്ട് ചൈതന്യവൃക്ഷത്തിന്റെ രണ്ട് ശാഖകളെ പറ്റിയാണ് പറയുന്നത്. 25ഉം 26ഉം ആയിട്ടുള്ള ശാഖകളാണ്. ഇതിൽ ഗോവിന്ദാനന്ദനും ഗോവിന്ദദത്തനും എന്ന് പറഞ്ഞ രണ്ട് ഉന്നത ഭക്തന്മാരെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നു, ഇപ്പം ചൈതന്യ സംഘത്തിൽ ഈ കീർത്തനം ചെയ്യുന്നവരായിരുന്നു ഈ രണ്ടുപേരും എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കീർത്തൻ പാർട്ടീസ് ഉണ്ട്. അതിലൊരു ഇതാണ് രണ്ടുപേരും. അപ്പോ അപ്പൊ ഗോവിന്ദദത്തൻ എന്ന് പറഞ്ഞ മഹാപ്രഭുവിന്റെ കീർത്തന സംഘത്തിലെ ഒരു മുഖ്യ ഗായകനായിരുന്നു എന്നും ഇതിൽ പറയുന്നു. അപ്പം അദ്ദേഹം ജനിച്ച സ്ഥലത്തിനെ പറ്റിയാണ് വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഈ നവതി മണ്ഡൽ പരിക്രമയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം കടദഹ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന് സമീപമുള്ള സുഖചര ഗ്രാമത്തിലാണ് ഈ ഗോവിന്ദദത്തൻ ജനിച്ചത് എന്ന് പറയുന്നു. ശ്ലോകം 65. ശ്രീവിജയദാസനാമ പ്രഭുര ആഖരിയ പ്രഭുരെ അനേക കുന്തി ധിയാചെ ലിഖിയ. ശ്രീവിജയദാസനാമ പ്രഭുര ആഖരിയ പ്രഭുരെ അനേക കുന്തി ധിയാചെ ലിഖിയ. ശ്രീവിജയദാസനാമ പ്രഭുര ആഖരിയ പ്രഭുരെ അനേക കുന്തി ധിയാചെ ലിഖിയ. ശബ്ദാർത്ഥം: ശ്രീ വിജയദാസൻ നാമ പേര്, പ്രഭുര ഭഗവാന്റെ, ആഖരിയ മുഖ്യ ഗായകൻ, പ്രഭുരെ ഭഗവാന് വേണ്ടി അനേകം കുന്തി സാഹിത്യങ്ങൾ ദിയാച്ചെ നൽകി ലിഖിയ രചനയിലൂടെ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിനാഥ കി ജയ്. വിവർത്തനം: 27ാമത് ശാഖയും മഹാപ്രഭുവിന്റെ മുഖ്യ ഗായകരിൽ മറ്റൊരുവനുമായിരുന്ന ശ്രീ വിജയദാസൻ ഭഗവാന് അനേകം ഗ്രന്ഥങ്ങളുടെ കൈയെഴുത്ത് പ്രതികൾ നൽകി. ഭാവാർത്ഥം: പണ്ട് അച്ചടിശാലകളോ അച്ചടിച്ച ഗ്രന്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാ ഗ്രന്ഥങ്ങളും കൈയെഴുത്തുകളായിരുന്നു. വിലപ്പെട്ട പുസ്തകങ്ങൾ കൈയെഴുത്ത് രൂപത്തിൽ ക്ഷേത്രങ്ങളിലോ അതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോ സൂക്ഷിച്ചിരുന്നു. ഏതെങ്കിലും പുസ്തകത്തിൽ താല്പര്യമുള്ള ഒരാൾക്ക് അത് പകർത്തി എഴുതി എടുക്കണമായിരുന്നു. വിജയദാസൻ എഴുത്ത് തൊഴിലാക്കിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം അനേകം കൈയെഴുത്ത് ഗ്രന്ഥങ്ങളുടെ പകർപ്പുകൾ തയ്യാറാക്കി ശ്രീചൈതന്യ മഹാപ്രഭു നൽകിയിരുന്നു. അപ്പം 27ാമത്തെ ശാഖയാണ്. മഹാപ്രഭുവിന്റെ മുഖ്യ ഗായകരിൽ മറ്റൊരാളാണ് ശ്രീ വിജയദാസൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. അപ്പൊ അദ്ദേഹം ഭഗവാന് അനേക ഗ്രന്ഥങ്ങൾ അതിന്റെ കൈയെഴുത്ത് പ്രതികൾ നൽകിയെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഈ ഒരു നമുക്കറിയാൻ സാധിച്ചത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഓൾമോസ്റ്റ് ഈ അവതാരത്തിന് ശേഷമാണ് നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കൈയെഴുത്ത് എഴുതി നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് ഗുരുവിൽ നിന്ന് ശിഷ്യൻ കേൾക്കും. അത് കേട്ടിയതിന് ഉടനെ തന്നെ അദ്ദേഹത്തിന് അത് മെമ്മറിയിൽ നിൽക്കുന്നതാണ് പറയുന്നത്, ഓർമ്മയിൽ. അപ്പൊ അദ്ദേഹത്തിന് വേറെ പുസ്തകം പോലും എഴുതേണ്ട ആവശ്യമില്ല. അത്രയും അവിടെ അവബോധം അത്രയും പ്യൂർ ആയതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ് അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് അത് അവരെ ഓർമ്മയിൽ ഉണ്ടാവും. അത് പിന്നെ നമുക്ക് ബുക്കിൽ എഴുതേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ കാലക്രമേണ നമുക്കറിയാം കലിയുഗത്തിന്റെ പ്രോഗ്രസ് ആണ് നമുക്കറിയാം അല്ലെ, നമ്മുടെ മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആചാര്യന്മാർ എന്ത് ചെയ്തു വെച്ചാൽ ആക്ച്വലി ഇതൊക്കെ അവര് എഴുതി വെച്ചു അല്ലെ, താളി ഓലകളിലൊക്കെ എഴുതി വെച്ചായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് കാലം നമുക്ക് ഈ അച്ചടിശാലകളോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രന്ഥം നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടാണ് അല്ലെ. നമുക്ക് ശീലപ്രഭുവാന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പം അത് അത്രത്തോളം നമുക്കൊരു വാല്യൂ ആയിട്ട് പലപ്പോഴും തോന്നില്ല. നമ്മളത് പൈസ കൊടുക്കും, വാങ്ങും, ചില വീട്ടിലൊരു മൂല വെക്കും, ചിലപ്പോൾ വായിച്ചാലേ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ കവർ തന്നെ പൊട്ടിക്കാൻ നമ്മൾ വെക്കുകയായിരിക്കും പലപ്പോഴും. അത്രയും പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ അന്ന് കാലങ്ങളിൽ അങ്ങനെയല്ല. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയ ശേഷം അപ്പൊ അവിടെ എന്ത് ഉണ്ടാവും, അപ്പൊ അവിടെ ഇതുപോലെ തന്നെ ഈ ഇത്രയും ഈ പുസ്തകങ്ങൾ ഈ വിലപ്പെട്ട ഈ പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് രൂപത്തിൽ അവിടെ ഉണ്ടാവും. അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ ഏത് പുസ്തകത്താണ് നമുക്ക് താല്പര്യം അത് എടുത്ത് നോക്കിയിട്ട് നമ്മൾ പകർത്തി എഴുതണം. ആർക്കാണോ വേണ്ടത് അദ്ദേഹം പകർത്തി എഴുതണം. അപ്പൊ നമുക്ക് അറിയാം ശീലപ്രഭുപാന സമയത്തും നമുക്കറിയാം കൃഷ്ണ ബുക്കൊക്കെ ഇറങ്ങുന്ന സമയത്തും പല പല ബുക്ക് വോളിയമായിട്ട് ഇറങ്ങുന്ന സമയത്തും ഇപ്പൊ ഒരു വോളിയം ആയിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ ഒരു ടെമ്പിളിൽ ഒരു വോളിയം ആയിട്ട് ഉണ്ടാവും. അപ്പം ഒരു വ്യക്തി വായിച്ച് തീരാൻ വേണ്ടി അടുത്തൊരു ഭക്തൻ കാത്തിരിക്കും. അത് വായിച്ചു തീർന്ന ശേഷം ഈ വ്യക്തിക്ക് അടുത്ത പുസ്തകം വായിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കോപ്പി ആയിരുന്നു ഉണ്ടായിരുന്നു. ആ സമയത്തൂടെ അങ്ങനെ ആയിരുന്നു പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ലക്ഷക്കണക്കിന് കോപ്പികളാണ് പ്രിന്റ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ആ ഒരു പുസ്തകത്തിന്റെ മൂല്യം പലപ്പോഴും കാണാൻ സാധിക്കാറില്ല. കാരണം എന്താ, നമുക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് കാലങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഒരു വ്യക്തിക്ക് ഒരു പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, അവിടെ കുത്തിയിരുന്ന് അതിനെ എഴുതിയെടുത്ത് അത് എഴുതിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും എത്രത്തോളം വാല്യൂ ആണ്, അതിന് മൂല്യമുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയെടുക്കുന്ന ഒരു വ്യക്തി അത് അതിനെ വളരെ സൂക്ഷിച്ചും അതിന് ആത്മാർത്ഥതയോടെ അതിനെ വായിച്ചെടുക്കും. അപ്പൊ അതുപോലത്തെ ഒരു സേവനമായിരുന്നു ഈ വിജയദാസൻ പറഞ്ഞ ഒരു
ഭക്തൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കഴുത്ത് എഴുതി മഹാപ്രഭുവിന് അങ്ങനെ ഒരു സേവനം ചെയ്തു. അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും പകർത്തി എഴുതി ചൈതന്യ മഹാപ്രഭു നൽകിയിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം, ശ്ലോകം 66. രത്നബാഹു ബലി പ്രഭു ദുഹില താൻഡനാമ അകിഞ്ചന പ്രഭുര പ്രിയ കൃഷ്ണദാസനാമ. രത്നബാഹുബലി പ്രഭു ദുഹില താൻഡനാമ അകിഞ്ചന പ്രഭുര പ്രിയ കൃഷ്ണദാസനാമ. രത്നബാഹുബലി പ്രഭു ദുഹില താൻഡനാമ അകിഞ്ചന പ്രഭുര പ്രിയ കൃഷ്ണദാസനാമ. ശബ്ദാർത്ഥം: രത്നബാഹു, രത്നബാഹു എന്ന ശീർഷകം ബലി വിളിച്ചു, പ്രഭു പ്രഭു ദുയില സൂക്ഷിച്ചു, താൻ്റെ അദ്ദേഹത്തിന്റെ നാമ പേര്, അകിഞ്ചന കലർപ്പില്ലാതെ, പ്രഭുര പ്രഭുവിന്റെ പ്രിയപ്പെട്ട, കൃഷ്ണദാസ കൃഷ്ണദാസൻ നാമം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് രമേശ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: വിജയദാസൻ തനിക്ക് വേണ്ടി അനേകം ഗ്രന്ഥങ്ങളുടെ പകർപ്പ് എഴുതി നൽകിയതിനാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് രത്നബാഹു, രത്നകരങ്ങൾ ഉള്ളവൻ എന്ന നാമം നൽകി. 28ാമത്തെ ശാഖ കൃഷ്ണദാസനായിരുന്നു. മഹാപ്രഭുവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്ന അദ്ദേഹം അകിഞ്ചന കൃഷ്ണദാസൻ എന്ന് അറിയപ്പെട്ടു. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു, ഈ വിജയദാസൻ എന്ന് പറഞ്ഞ ആ ഒരു ഭക്തൻ ഭഗവാന് വേണ്ടി അപ്പൊ ഒരുപാട് ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതി നൽകി. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തിന് വളരെ സ്നേഹമായിരുന്നു ആ ഭക്തനോട്. ഇത്രയും വലിയൊരു സേവനം അദ്ദേഹം ചെയ്തിരിക്കുകയാണ് അല്ലെ. എത്രയോ ഗ്രന്ഥങ്ങൾ എത്തിയിരുന്ന് അതിനെ കയ്യെഴുത്ത് എഴുതി മഹാപ്രഭുവിന് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ഒരു പ്രത്യേക നാമം നൽകി, ആ ഒരു വാത്സല്യത്തോടെ. എന്താണ്? രത്നബാഹു എന്ന നാമമാണ്. രത്നബാഹു എന്ന് പറഞ്ഞ രത്നങ്ങൾ ബാഹു, കരങ്ങളുള്ള ഒരു വ്യക്തി എന്നാണ് പേരാണ് അദ്ദേഹത്തിന് നൽകിയത്. പിന്നെ അടുത്തത് 28ാമത്തെ ശാഖയാണ് കൃഷ്ണദാസൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അപ്പം ഈ കൃഷ്ണദാസൻ എന്ന് പറയുന്ന മഹാപ്രഭു വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അകിഞ്ചന കൃഷ്ണദാസൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ വാർത്ത ക്ഷീരപ്രഭു? അകിഞ്ചനൻ എന്നാൽ ഈ ലോകത്തിൽ ഒന്നും കൈവശമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അപ്പം അപ്പൊ എന്താണ് ഒന്നുമേ കൈവശമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനോട് ഉദ്ദേശിച്ചത്? അപ്പൊ അദ്ദേഹത്തിന് അറിയാം എല്ലാം ഭഗവാന്റേതാണ്, എനിക്കൊന്നുമേ ഇല്ല എന്നുള്ള ബോധത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അകിഞ്ചന എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ അകിഞ്ചനൻ വാക്ക് എല്ലാം ഭഗവാൻ സമർപ്പിച്ച ഒരു വ്യക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അകിഞ്ചനൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് അറിയാം ഒന്നുമേ എന്റേതല്ല, എല്ലാം ഭഗവാന്റേതാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. കൃഷ്ണദാസൻ എന്ന് പറഞ്ഞ ആ ഒരു ഭഗവാന്റെ ഭക്തൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി വന്നിട്ട് നമുക്കറിയാം ഈ അകിഞ്ചനൻ എന്ന് പറഞ്ഞ വാക്ക് പലപ്പോഴും നമുക്ക് ഭാഗവത്തിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആക്ച്വലി, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതില് ശ്രീല പ്രഭുപാദും പലപ്പോഴും ഭാഗവത്തിലൊക്കെ പറയാറുണ്ട്, ഒരു വ്യക്തി, ഏതൊരു വ്യക്തിക്കാണ് ഭഗവാന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അതിൽ പറയുന്നത് അകിഞ്ചന ഗോചര എന്ന് പറയുന്നത്. അതെ, അപ്പൊ അകിഞ്ചന ഗോചര എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? അതായത് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാൻ അല്ലാതെ ഒരു രാഷ്ട്രീയമില്ല എന്നുള്ള ഒരു വ്യക്തി അല്ലെ. നമുക്ക് പലപ്പോഴും നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടാവും, നമ്മുടെ കഴിവുകളും എല്ലാ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചില ഭഗവാൻ എന്ത് ചെയ്യും, ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും കാരുണ്യം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാമേ അദ്ദേഹം എടുക്കും. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാ ബോധ്യമായുള്ള കാര്യങ്ങളും എടുക്കും. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെ, അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാൻ ആശ്രയിച്ച വ്യക്തിയാണ് അകിഞ്ചനം എന്ന് പറയുമ്പോൾ. അപ്പൊ അകിഞ്ചന ഗോചര എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കാണ് ആക്ച്വലി വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാൻ വിനമ്രതയോടെയും പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെയാണ് ആശ്രയം എന്ന് ആക്ച്വലി സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയാണ് അകിഞ്ചന ഗോചരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ശ്ലോകം 67. ഗോലാഭേച്ച ശ്രീധര പ്രഭുര പ്രിയദാസ യാൻഹാസനെ പ്രഭുര കരി നിത്യ പരിഹാസ. ഗോലാഭേച്ച ശ്രീധര പ്രഭുര പ്രിയദാസ യാൻഹാസനെ പ്രഭു കരി നിത്യ പരിഹാസ. ഗോലാഭേച്ച ശ്രീധര പ്രഭുര പ്രിയദാസ യാൻഹാസനെ പ്രഭു കരി നിത്യ പരിഹാസ. ഗോലാഭേച്ച ശ്രീധര പ്രഭുര പ്രിയദാസ യാൻഹാസനെ പ്രഭു കരി നിത്യ പരിഹാസ. ഗോലാഭേച്ച ശ്രീധര പ്രഭുര പ്രിയദാസ യാൻഹാസനെ പ്രഭു കരി നിത്യ പരിഹാസ.
ശ്രീധര പ്രഭു പ്രിയദാസ യാൻഹ സനെ പ്രഭുര കരെ നിത്യപരിഹാസ. ശബ്ദാർത്ഥം: ഗോലാപേച്ച, വാഴപ്പോളകൾ വിൽക്കുന്ന ഒരുവൻ. ശ്രീധര, ശ്രീധര പ്രഭു, പ്രഭുര ഭഗവാന്റെ പ്രിയദാസ, പ്രിയപ്പെട്ട ദാസൻ. യാൻഹ സനെ, ആരുടെ കൂടെ. പ്രഭു, ഭഗവാൻ. കരെ, ചെയ്യുന്നു. നിത്യവും. പരിഹാസ, ഫലിതം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് ചരണാരവിന്ദ ഭക്തി പ്രഭാഷിക. വിവർത്തനം: വാഴപ്പോളകളുടെ വിൽപ്പനക്കാരനായ ശ്രീധരനായിരുന്നു 29ാമത്തെ ശാഖ. മഹാപ്രഭുവിന്റെ പ്രിയ സേവകനായിരുന്ന അദ്ദേഹവുമായി അവിടുന്ന് പല സന്ദർഭങ്ങളിലും തമാശകളിൽ ഏർപ്പെടുമായിരുന്നു. ഭാവാർത്ഥം: ശ്രീധരൻ വാഴപ്പോള കപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ വാഴപ്പോളകൾ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഒരു വാഴത്തോട്ടം ഉണ്ടായിരുന്നിരിക്കണം. അവിടെ നിന്ന് അദ്ദേഹം വാഴയിലകളും പോളകളും വാഴപ്പിണ്ടിയും ശേഖരിച്ച് നിത്യവും കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ വരുമാനത്തിന്റെ 50% ഗംഗയെ ആരാധിക്കുന്നതിനും ബാക്കി സ്വന്തം ഉപജീവനത്തിനും വിനിയോഗിച്ചു. ശ്രീചൈതന്യ മഹാപ്രഭു കാസിയോട് പ്രതിഷേധിക്കുന്നതിനുള്ള നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ശ്രീധരൻ ആഹ്ലാദത്തിൽ നൃത്തം ചെയ്തു. മഹാപ്രഭു പതിവായി അദ്ദേഹത്തിന്റെ പാനപാത്രത്തിൽ നിന്ന് ജലം പാനം ചെയ്യുമായിരുന്നു. ചൈതന്യ ഭഗവാൻ സന്യാസം സ്വീകരിക്കുന്നതിനു മുമ്പ് ശ്രീധരൻ സച്ചിദേവിക്ക് ഒരു കുമ്പളങ്ങ പാകം ചെയ്യുവാനായി സമ്മാനിച്ചു. എല്ലാ വർഷവും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ജഗന്നാഥപുരിയിലേക്ക് പോയി. കവി കർണപൂരന്റെ അഭിപ്രായം അനുസരിച്ച് ശ്രീധരൻ വൃന്ദാവനത്തിലെ കുസുമാസവൻ എന്ന ഗോപകുമാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗൗരഗണേശ ദീപികയിൽ 133 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഗോലാബേച്ച ഗോൽ ഗോലാബേച്ഛാതയ ഖ്യാത പണ്ഡിത ശ്രീധരോ ദ്വിജ ആസീദ് വ്രജേ ഹാസ്യകരോ യോ നാംന കുസുമാസവഃ. കൃഷ്ണലീലയിൽ കുസുമാസവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗോപബാലൻ ചൈതന്യ ഭഗവാന്റെ നവദ്വീപിലെ ലീലയിൽ ഗോലാബേച്ച ശ്രീധരനായി തീർന്നു. അപ്പോൾ അടുത്തൊരു 29ാമത്തെ ശാഖയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം ശ്രീധരൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ബ്രാഹ്മണൻ. അപ്പൊ അദ്ദേഹത്തിന് ഗോലാബേച്ച ശ്രീധരൻ. ഗോലാബേച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴ ഇലകൾ അത് വിറ്റ് ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഗോലാബേച്ച ശ്രീധരൻ. അപ്പം അദ്ദേഹമായിട്ട് ഭഗവാന് വളരെ ഒരു പ്രേമം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, എപ്പോഴും നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ ഗോലാബേച്ച ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്? അപ്പം അദ്ദേഹം ഈ വാഴത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പല രീതിയിലും അദ്ദേഹം കപ്പുകൾ ഉണ്ടാക്കി, ഇലകൾ വിറ്റുകൊണ്ടും പോളകൾ ഉണ്ടാക്കി, വാഴപ്പിണ്ടിയൊക്കെ ശേഖരിച്ച് പല രീതിയിൽ അതിനെ കൊണ്ടുപോയി നിത്യവും വിൽക്കുമായിരുന്നു. വിറ്റ ശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വരുമാനത്തില് 50% അദ്ദേഹം എന്ത് ചെയ്യും? ഗംഗയെ ആരാധിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള ഒരു വില അതിന് കിട്ടുള്ളൂ. കിട്ടിയാൽ തന്നെ അത് എന്ത് ചെയ്യും? അതിൽ 50% ഗംഗയെ ആരാധിക്കാനൊക്കെ അദ്ദേഹം ഉപയോഗിക്കും. ബാക്കി ഉള്ളത് ഉപജീവ മാർഗത്തിന് യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കണം എന്നുള്ളത് നമുക്ക് രൂപ ഗോസ്വാമി ഐഡിയലൈസേഷൻ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ 50% എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കണം, അല്ലെ? ഭഗവത് സേവനത്തിനായിട്ട് സമർപ്പിക്കണം. ബാക്കി ഉള്ള 50%-ൽ 25% നമ്മുടെ ബന്ധുക്കളും മിത്രാദികൾക്കൊക്കെ അതിന് യൂസ് ചെയ്യാം. ബാക്കി 25% എമർജൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള കാര്യമാണ് രൂപഗോസ്വാമി തന്ന ഒരു സിസ്റ്റം. അത് എത്രത്തോളം നമുക്ക് അറിയില്ല. കാരണം അത് ഓരോ വ്യക്തിയുടെ ഇതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എന്താ വെച്ചാൽ എല്ലാവർക്കും അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പം അതാണ് ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് രൂപഗോസ്വാമി തന്നത്. കാരണം ഓരോ വ്യക്തിയുടെ വരുമാനം അനുസരിച്ച് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു കോളേജ് ശ്രീധരൻ അദ്ദേഹത്തിന്റെ അടുത്തും ചൈതന്യ മഹാപ്രഭു പലപ്പോഴും പല ലീലകൾ ഇത് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ചൈതന്യ മഹാപ്രഭു ഈ കോളേജ് ശ്രീധരത്ത് പോയിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഇലയുടെ വിലയെക്കാട്ടും പാതി വിലയ്ക്ക് അദ്ദേഹം വാങ്ങാൻ പറയും. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അപ്പൊ പലപ്പോഴും എന്തൊരു വില പറയുമോ കോളേജ് ശ്രീധർ, അതിനെക്കാട്ടും പകുതി വിലയ്ക്ക് ചൈതന്യ വാങ്ങും. അപ്പൊ അങ്ങനെ കോളേജ് ശ്രീധർ പറയും, എനിക്ക് ഇത് മാത്രമാണ് വരുമാനം, എനിക്ക് വേറെ വരുമാനമില്ല. എന്നിട്ടും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നിന്ന് ഇലകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുമായിരുന്നു. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒരു അദ്ദേഹത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും അദ്ദേഹത്തിൽ അങ്ങനെയാണ് ആനന്ദം കണ്ടെത്തി. കാരണം ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു കോളേജ് ശ്രീധരായിട്ടും ഇങ്ങനെ ഇതിലിങ്ങനെ ഒരു ബാർഗെയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കോളേജ് ശ്രീധർ എന്ന് പറഞ്ഞ ആ ഒരു ഭക്തനെ പറ്റി ഇതിലും പറയുന്നുണ്ട്.
അപ്പം നമുക്കറിയാം. അപ്പം കാസിയോട് നമുക്കറിയാം ഒരു ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനം സംഭവിച്ചു അല്ലെ, അദ്ദേഹം കീർത്തനത്തിന് ഭംഗം ചെയ്ത സമയത്ത്. അപ്പൊ അത് വന്ന സമയത്തും ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ആഹ്ലാദത്തോടെ നൃത്തം ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു, കാരണം അത്രയും പൂർണ്ണമായിട്ടും മഹാപ്രഭുവിനോട് എല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറായ വ്യക്തിയായിരുന്നു. കാരണം എന്ത് മഹാപ്രഭു ചോദിക്കുന്നു അത് പൂർണ്ണമായിട്ട് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് അത്രയും ഉയർന്ന ഭക്തനായപ്പോൾ മഹാപ്രഭു എന്ത് ചെയ്തു, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു പുരാതനമായിട്ടുള്ള ഓട്ടയുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പാനപാത്രത്തിൽ നിന്ന് ഇദ്ദേഹം കോലേജ് ശ്രീധരനോട് ചോദിക്കാതെയാണ് പലപ്പോഴും ജലം പാനം ചെയ്തതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവൻ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച സമയത്തിലും ഇതിൽ പറയുന്നു. അപ്പൊ സച്ചീദേവി, ശ്രീധരൻ സച്ചീദേവി ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയ്ക്ക് മാതാവിന് ഒരു കുമ്പളങ്ങ പാകം ചെയ്യാൻ സമ്മാനിച്ചു എന്നും പലപ്പോഴും എല്ലാ വർഷവും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ജഗന്നാഥപുരി പോകുമായിരുന്നു എന്നും ഇതിൽ പറയുന്നു. അപ്പം ഇതിലും പറയുന്നു, കവികർണപുരം ഗൗര ഗണേശ ദീപികയിൽ പറയുന്നു, ഈ വൃന്ദാവനത്തിലെ കുസുമാസവൻ എന്ന ഗോപകുമാരനായിരുന്നു ചൈതന്യലീലയിൽ ഈ കോലേജ് ശ്രീധരായിട്ട് അദ്ദേഹം അവതരിച്ചത് എന്ന് പറയുന്നു. അപ്പം ഈ ലീലകൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള അധ്യായങ്ങൾ വരും. അടുത്തത് ശ്ലോകം 68. പ്രഭു യാൻഡ്ര നിത്യലയ തോട മോച ഫല യാൻഡ്ര ഫുട്ട ലൗഹ പാത്രേ പ്രഭുപീല ജല. ശബ്ദാർത്ഥം: പ്രഭു ഭഗവാൻ യാൻഡ്ര ആരുടെ നിത്യവും ലയ എടുക്കുന്നു, തോട വാഴക്കാമ്പ്, മോച വാഴയുടെ പൂവുകൾ, ഫല വാഴപ്പഴം, യാൻഡ്ര അദ്ദേഹത്തിന്റെ, ഫുട്ട ഉടഞ്ഞ, ലൗഹപാത്രേ ഇരുമ്പ് കുടത്തിൽ, പ്രഭു ഭഗവാൻ പില കുടിച്ചു, ജലം വിവർത്തനം: ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും ശ്രീധരനിൽ നിന്ന് തമാശയ്ക്ക് ഫലങ്ങളും പുഷ്പങ്ങളും വാഴക്കാമ്പും തട്ടിപ്പറിക്കുകയും അദ്ദേഹത്തിന്റെ ഉടഞ്ഞ ഇരുമ്പ് കുടത്തിൽ നിന്ന് ജലം കുടിക്കുകയും ചെയ്തു. ശ്ലോകം 69. പ്രഭുര അതിപ്രിയദാസ ഭഗവാൻ പണ്ഡിത യാൻഡ്ര ദേഹി കൃഷ്ണപൂർവേ ഹൈല അധിഷ്ഠിത. ശബ്ദാർത്ഥം: പ്രഭുര ഭഗവാന്റെ അതിപ്രിയ, വളരെ പ്രിയപ്പെട്ട ദാസൻ, ഭഗവാൻ പണ്ഡിതൻ, യാൻഡ്ര അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, കൃഷ്ണ ഭഗവാൻ മുമ്പേ ഹൈല ആയി തീർന്നു, അധിഷ്ഠിത സ്ഥാപിച്ചു. കീർത്തനം: 30ാമത്തെ ശാഖ ഭഗവാൻ പണ്ഡിതനായിരുന്നു. അദ്ദേഹം മഹാപ്രഭുവിന്റെ അത്യന്തം പ്രിയപ്പെട്ട ദാസനായിരുന്നു. പക്ഷെ അതിനും മുമ്പ് തന്നെ കൃഷ്ണന്റെ മഹാഭക്തനായിരുന്നു അദ്ദേഹം. തന്റെ ഹൃദയത്തിൽ സദാ ഭഗവാനെ സ്ഥാപിച്ചിരുന്നു. ശ്ലോകം 70. ജഗദീശ പണ്ഡിത ആരാ ഹിരണ്യ മഹാശയ യാരേ കൃപ കൈല ബാല്യ പ്രബുദയാമയ. ജഗദീശ പണ്ഡിത ആരാ ഹിരണ്യ മഹാശയ യാരേ കൃപ കൈല ബാല്യ പ്രബുദയാമയ. ജഗദീശ പണ്ഡിത ആരാ ഹിരണ്യ മഹാശയ യാരേ കൃപ കൈല ബാല്യ പ്രബുദയാമയ. ശബ്ദാർത്ഥം: ജഗദീശ പണ്ഡിതൻ ആരാ, ഹിരണ്യൻ, മഹാശയ മഹാവ്യക്തി, യാരെ ആർക്കായി, കൃപ കാരുണ്യം, കൈല പ്രകടിപ്പിച്ചു, ബാല്യത്തിൽ, പ്രഭു ഭഗവാൻ ദയാമയ കരുണയുള്ള. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് വേചരണാൻ ബിന്ദുഭക്തി പ്രഭുപാൻ കില പ്രഭുപാൻ കി ജയ്. വിവർത്തനം: 31ാമത്തെ ശാഖ ജഗദീശ പണ്ഡിതനും 32ാമത്തെ ശാഖ ഹിരണ്യ മഹാശയനുമായിരുന്നു. തന്റെ ബാല്യകാലത്തിൽ ശ്രീ ചൈതന്യൻ ഇവർക്ക് തന്നുടെ ഹൈതുക കാരുണ്യം നൽകിയിരുന്നു. ഭാവാർത്ഥം: ജഗദീശ പണ്ഡിതൻ മുമ്പ് കൃഷ്ണലീലയിൽ വലിയൊരു നർത്തകനായിരുന്ന ചന്ദ്രഹാസൻ ആയിരുന്നു. ഹിരണ്യ പണ്ഡിതനെ സംബന്ധിച്ച് ഒരിക്കൽ നിത്യാനന്ദ പ്രഭു വിലമതിക്കുന്ന രത്നങ്ങൾ ധരിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കഴിയുമ്പോൾ രാത്രിയിൽ ഒരു മോഷ്ടാവ് രത്നങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചെന്നും ശ്രമം വിഫലമായെന്നും തസ്കരൻ പിന്നീട് നിത്യാനന്ദ പ്രഭുവിനെ സമീപിച്ച് ആത്മസമർപ്പണം ചെയ്തു എന്നും പറയപ്പെടുന്നു. അപ്പം നമുക്ക് അടുത്ത 30ാമത്തെ ശാഖയും 31ാമത്തെ ശാഖയും പറ്റിയാണ് ഇവിടെ, 31, 32 പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്തത്. 30ാമത്തെ ശാഖ ഭഗവാൻ പണ്ഡിതൻ എന്ന ഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം വന്നിട്ട് മുമ്പ് തന്നെ ഭഗവാൻ കൃഷ്ണന്റെ മഹാഭക്തനായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം ഭഗവാനെ സദാസമയം ഹൃദയത്തിൽ ഭഗവാനെ സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു അമ്പലം പോലെയാണ്. ഏതൊരു വ്യക്തിയാണോ ആ ഹൃദയത്തിൽ ഭഗവാനെ സ്ഥിരം മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ ശരീരവും അമ്പലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഈ ഭഗവാൻ പണ്ഡിതൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. പിന്നെ അടുത്തത് 31ാമത്തെ ശാഖ ജഗദീശ പണ്ഡിതൻ. അപ്പൊ ഈ ജഗദീശ പണ്ഡിതനെ പറ്റി പറയുന്നത് മുമ്പ് കൃഷ്ണഗിരിയിൽ ഒരു നർത്തകനായിരുന്ന ചന്ദ്രഹാസൻ എന്ന ഭക്തനായിരുന്നു. പിന്നെ അടുത്ത 32ാമത്തെ ശാഖ എന്ന് പറഞ്ഞ് ഹിരണ്യ പണ്ഡിതനായിരുന്നു. ഈ രണ്ട് വ്യക്തികൾക്കും ബാല്യകാലത്തിൽ ഭഗവാൻ അവർക്ക് അഹിതമായിട്ടുള്ള കാരുണ്യം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്.
അപ്പം ഈ ഹിരണ്യ പണ്ഡിതനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം നിത്യാനന്ദ പ്രഭു ഒരു തവണ ഒരുപാട് വില മതിക്കുന്ന സ്വർണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് രത്നങ്ങൾ ധരിച്ച് അദ്ദേഹം ഭവനത്തിൽ കഴിയുമ്പോൾ ഒരു മോഷ്ടാവ് വന്ന് ആ രത്നങ്ങൾ മോഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ ആ ശ്രമം വിഫലമാകുകയും പിന്നീട് അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനെ സമീപിച്ച് അദ്ദേഹം ആത്മസമർപ്പണം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഹിരണ്യ പണ്ഡിതനെ പറ്റി ഇവിടെ പറയുന്നത്. അപ്പൊ അറിയാം, നമുക്ക് പലപ്പോഴും പല വ്യക്തികളും കൃഷ്ണലീലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പലപ്പോഴും ഒരു വ്യക്തി ഭഗവാനെ വൃന്ദാവനത്തിൽ അല്ലെ വൃന്ദാവൻ ലീലയിൽ കേട്ട സമയത്ത് അദ്ദേഹത്തിന് തോന്നി അല്ലെ ഭഗവാൻ അത്രയും രത്നങ്ങളും പല മാലകളും സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് നടക്കാണ്. അപ്പൊ ആ ഭഗവാനെ കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്ന് ആ ഭഗവാനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആ രത്നങ്ങൾ വേണ്ട, ഭഗവാന് മതി, സമർപ്പണം ചെയ്തു. അതുപോലെ തന്നെ പലപ്പോഴും എല്ലാവർക്കും അങ്ങനെയാണ്. ഭഗവാനെക്കാട്ടും ഭഗവാന്റെ ശക്തികളാണ് പല ആൾക്കാരും ആശ്രയിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ശക്തികളെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാന് കിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അപ്പൊ ആ വ്യക്തിക്ക് ഭഗവാനെയും കിട്ടും, ഭഗവാന്റെ ശക്തികളും അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിനോട് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കും. അപ്പം ഒരു വ്യക്തി മനസ്സിലാക്കാം, നമുക്ക് പലപ്പോഴും ഭക്തിയിൽ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് പേരും പ്രശസ്തി ഒക്കെ കിട്ടും, പദവിയൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഒരു വ്യക്തി ആ പേരും പ്രശസ്തിയും പദവിയുടെ പിന്നാലെ പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ മേ ബി ആ പേരും പ്രശസ്തിയും പദവിയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഭഗവാന് കിട്ടില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ഇപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം ഭഗവാനത്തിലുള്ള പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയാണ്. കാരണം അത് മാത്രമാണ് ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം പരിശുദ്ധ ഭക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? അപ്പം സദാസമയം ഭഗവാനെ സേവനം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാത്രം അദ്ദേഹത്തിനുള്ളൂ. ബാക്കി എന്തൊക്കെ വന്നു ചേർന്നാൽ അതൊക്കെ ഭഗവാനെ കാരുണ്യമായിട്ട് അദ്ദേഹം കാണും. അതിനുവേണ്ടി അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും പേരോ പ്രശസ്തിയോ പദവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നു. അപ്പൊ എന്ത് തന്നെ വന്നാലും എപ്പോഴും ഭഗവാനെ സേവനം ചെയ്യുന്ന ഒരു മനോഭാവമാണ് പരിശുദ്ധ ഭക്തന് ഉണ്ടാവാൻ നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി ശ്ലോകം 71. ഏയ് ധൂയി ഘരേ പ്രഭു ഏകാദശി ദിനെ വിഷ്ണുര നൈവേദ്യമാകി ഘായില ആപന്നെ. ഏയ് ധൂയി ഘരേ പ്രഭു ഏകാദശി ദിനെ വിഷ്ണുര നൈവേദ്യമാകി ഘായില ആപന്നെ. ഏയ് ധൂയി ഘരേ പ്രഭു ഏകാദശി ദിനെ വിഷ്ണുര നൈവേദ്യമാകി ഘായില ആപന്നെ. ശബ്ദാർത്ഥം: ഈ ധുയി ഗരെ, ഈ രണ്ട് ഗ്രഹങ്ങളിൽ മഹാപ്രഭു ഏകാദശി ദിനെ, ഏകാദശി നാളിൽ വിഷ്ണുര നൈവേദ്യ, വിഷ്ണുവിന് സമർപ്പിച്ച ഭക്ഷണം മാഗി യാചിക്കുക, ഹൈല ഭക്ഷിച്ചു, അപ്പനെ സ്വയം വർത്തനം കൃഷ്ണകൃപമൂർത്തി ശ്രീമത് അഭയചരണാനന്ദ ഭക്തിശീലപ്പൂജു വിവർത്തനം: ഈ രണ്ട് ഗ്രഹങ്ങളിലും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഏകാദശി നാളിൽ ഭക്ഷണം യാചിക്കുകയും അത് സ്വയം ഭക്ഷിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കണം എന്നുള്ള ശാസന ഭക്തന്മാർക്കായി ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏകാദശി ദിവസം വിഷ്ണുവിന് സമർപ്പിക്കാവുന്ന ഭക്ഷണം സംബന്ധിച്ച് പ്രത്യേക നിയന്ത്രണമൊന്നുമില്ല. വിഷ്ണുവിന് സമർപ്പിച്ച ഭക്ഷണം ശ്രീചൈതന്യ മഹാപ്രഭു അവിടുത്തെ വിഷ്ണുതത്വ ഹർഷോന്മാദ ഭാവത്തിൽ എടുത്ത് ഭക്ഷിക്കുകയായിരുന്നു. അപ്പം നമുക്കറിയാം, ഏകാദശി ദിനത്തിൽ ഏകാദശി വ്രതം എന്ന് പറയുന്നത് ആക്ച്വലി ഭക്തന്മാർക്കാണ്. ഭഗവാൻ ഏകാദശി വ്രതം എന്ന കൺസെപ്റ്റ് നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന് നമ്മള് ഏകാദശി ദിനത്തിൽ നമുക്ക് ഏകാദശി അല്ലാത്ത, അതായത് നമുക്ക് ഗ്രെയിൻസ് ആയിട്ടുള്ള പ്രസാദവും അല്ലെ ബാക്കിയുള്ള പ്രസാദവും നമുക്ക് വിഷ്ണു സമർപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആക്ച്വലി. അപ്പം ഇതിൽ പറയുന്നു, അപ്പം അങ്ങനെ ഈ ഒരു ഏകാദശി നാളിൽ ഉപവാസം അനുഷ്ഠിക്കണം എന്നുള്ള ശാസ്ത്ര ഭക്തന്മാർക്കായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയും. ഇപ്പൊ നമ്മൾ പലപ്പോഴും ജഗന്നാഥ്പുരി എന്ന ക്ഷേത്രങ്ങളൊക്കെ പോയാലും അവിടെ നമുക്ക് പലപ്പോഴും ഭഗവാൻ അവരെല്ലാം സമർപ്പിക്കും. പക്ഷെ നമ്മള് ഭഗവാൻ സമർപ്പിച്ച പ്രസാദമാണെങ്കിൽ കൂടി അത് ഏകാദശി നാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഗ്രഹിക്കാൻ പാടില്ല. മേ ബി ആ പ്രസാദത്തിന് എടുത്തു വെച്ച് നമുക്ക് അടുത്ത ദിവസം നമ്മൾ ദ്വാദശിയുടെ പാരണം കിട്ടാം. പക്ഷെ നമ്മൾ ഏകാദശി എന്തൊരു കണ്ടീഷനിൽ ഫോളോ ചെയ്യണം എന്നാണ് ശീല പ്രഭുവാന്റെ ഇൻസ്ട്രക്ഷൻ നമുക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില അമ്പലങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാൻ സാധിക്കും, ശ്രീ വൈഷ്ണവരോ അല്ലെങ്കിൽ ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭഗവാന്റെ പ്രസാദം നമ്മൾ തന്നെങ്കിൽ അവർ കഴിക്കാൻ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഏകാദശി ഫോളോ ചെയ്യുന്നതാണ് മുഖ്യം. അപ്പൊ ഏകാദശി നാളിൽ ഒരിക്കലും നമ്മൾ അന്നം കഴിക്കാൻ പാടില്ല. ഈവൺ അങ്ങനെ ഒരു പ്രസാദം കിട്ടുകയാണെങ്കിൽ കൂടി അതിനെ നമ്മൾ ഓണർ ചെയ്യാം. എങ്ങനെ ഓണർ ചെയ്യാൻ സാധിക്കും? നമുക്ക് വേണമെങ്കിൽ അതിനെ നമസ്കരിക്കാം ആ പ്രസാദത്തിന്. ആ ഒരു രീതിയിൽ നമുക്ക് അല്ലാതെ നമുക്ക് അതിനെ കഴിക്കാൻ പാടില്ല. ഡ്രൈ പ്രസാദം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വെച്ച് അടുത്ത ദിവസം നമുക്ക് കഴിക്കാം. അല്ലാതെ ഒരിക്കലും നമ്മൾ അന്നം അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിട്ടുള്ള പ്രസാദം നമ്മൾ ഏകാദശിയുടെ ദിവസം കഴിക്കാൻ പാടില്ല. അപ്പം അതേസമയത്ത് ഭഗവാൻ എന്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പം ഭഗവാൻ സമർപ്പിച്ച ആ ഭക്ഷണം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഒരു വിഷ്ണു തത്വം ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഉന്മാദത്തിൽ അദ്ദേഹം ഈ പ്രസാദത്തിന് അദ്ദേഹം ഗ്രഹിച്ചു എന്നാണ് ആ ലീലയിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭു ബാലലീലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് ഇപ്പൊ നമുക്ക് 5:42
അപ്പൊ അറിയാം നമുക്ക് ഇന്ന് വളരെ ഒരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. അപ്പം അറിയാം നമുക്ക് ശ്രീ അദ്വൈത ആചാര്യന്റെ ആവിർഭാവ ദിനം കൂടിയാണ് അല്ലെ. അപ്പം അദ്വൈത ആചാര്യൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കാം നമുക്ക് ചൈതന്യ മഹാപ്രഭു ഈ ഒരു ലോകത്തിൽ വന്നത് ഇല്ലേ. കാരണം അദ്ദേഹം കാണാൻ സാധിച്ചു ഈ കലിയുഗത്തിൽ ആരുമേ ഭഗവത് ഭക്തിയിൽ തൽപരനല്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. അപ്പം അദ്ദേഹം ഗംഗാ നദി തീരത്തിൽ അദ്ദേഹം ഒരു ശാലിഗ്രാമ ശിലയിൽ അദ്ദേഹം ഗംഗാജലവും തുളസീദളവും വെച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങ് അവതരിച്ചാൽ മാത്രമാണ് ഈ ഒരു കലിയുഗത്തിൽ ഒരൊരു ആശ്രയം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ഈ ഒരു കലിയുഗത്തിൽ ആക്ച്വലി ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ് നമ്മൾ അപേക്ഷിച്ച് ഈ ഒരു ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ള എല്ലാ ഭക്തന്മാരെ അപേക്ഷിച്ച്. കാരണം അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇന്ന് ചൈതന്യ മഹാപ്രഭു എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിടെ റിയൽ അവതരണത്തിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് പലപ്പോഴും ഒരു ഭക്ത അവതാരം ഒന്നുകൂടി പറയുന്നത്. ആക്ച്വലി അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരം ആണെങ്കിൽ കൂടി അപ്പം അദ്ദേഹം ഒരു ഭഗവാന്റെ ഒരു ഭക്തൻ എന്ന രീതിയിൽ അവതരിച്ചിരിക്കുകയാണ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം കാരണം നമുക്ക് അറിയാൻ സാധിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു ഒരു പണ്ഡിതൻ നവദ്വീപിൽ. കാരണം എന്താണ് ശരിക്കും ഈ ഒരു ശാസ്ത്രങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഉൾപ്പൊരുൾ എന്താണെന്ന് പറഞ്ഞു തരാനും എന്താണ് ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞു തരാനും പറ്റുന്ന ഒരു വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു. അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഫോളോ ചെയ്യായിരുന്നു ആ സമയത്ത്. അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു അവതാര ദിനമാണ്. അപ്പൊ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പാദകമലങ്ങൾ നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കാം. അദ്ദേഹത്തിന്റെ സേവകന്റെ സേവകന്മാരായിട്ട് ഇരിക്കാനും എന്നെന്നും ഭഗവാനെ സേവനം ചെയ്യാനും. കാരണം അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടാൻ സാധിക്കുക. കാരണം അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യം കിട്ടുക. അപ്പൊ അങ്ങനെ അവരുടെ കാരുണ്യം കൊണ്ട് അവരുടെ കാരുണ്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് രാധാകൃഷ്ണന്മാരുടെ കാരുണ്യം കിട്ടുക. അപ്പൊ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അദ്വൈത ആചാര്യന്റെ അടുത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടും എന്നെന്നും ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനായി ഇരിക്കാനും ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെയും രാധാകൃഷ്ണന്മാരുടെ കാരുണ്യം നേടാനും ഉള്ള ഒരു അവസരമാണ്. അദ്വൈതാചാര്യന്റെ ആ ഒരു ആവിർഭാവ ദിനമാണ് ഇന്ന്. അപ്പം അദ്ദേഹത്തിന്റെ അവതാരം അദ്ദേഹം അവതരിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ചൈതന്യ മഹാപ്രഭു അവതരിക്കാനുള്ള മെയിൻ ഒരു ബാഹ്യമായിട്ടുള്ള കാരണവും അദ്ദേഹം കൂടിയാണ്. അപ്പൊ അന്ന് ആ ഒരു വിശേഷപ്പെട്ട ഒരു സുദിനം കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും അദ്വൈതാചാര്യനടുത്ത് പ്രാർത്ഥിക്കാം. ആക്ച്വലി വന്നിട്ട് ഇന്നേ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ നമുക്ക് പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ദിവസം. അപ്പൊ ഇന്നത്തെ ദിവസമാണ് അദ്വൈത സപ്തമി എന്ന് പറയുന്ന ദിവസം കൂടിയാണ്. കാരണം ഈ സപ്തമി ദിവസത്തിലാണ് അദ്ദേഹം ബാധിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസമാണ്. അപ്പം അതിലും ആക്ച്വലി നമുക്ക് കാരണം അദ്ദേഹത്തിനെ പറ്റി പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ജഗത് മംഗള അദ്വൈത മംഗള ഗുണധാമ മംഗള ചരിത്ര സദ മംഗളയാന്ത്രനാമ. അപ്പം അദ്ദേഹം എല്ലാ മംഗള ഗുണങ്ങളുടെയും ഒരു സാഗരമാണ് അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ അദ്ദേഹം ചെയ്യുന്ന ഓരോ ലീലകളും അദ്ദേഹത്തിന്റെ നാമവും അദ്ദേഹം എല്ലാം വളരെ മംഗളകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം വളരെ ഒരു വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ആക്ച്വലി വന്നിട്ട്. നമുക്കും ചൈതന്യ ചരിതാമൃതം ക്ലാസ് പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും വായിക്കും അറിയാൻ സാധിക്കും. അപ്പം അതിലും പറയുന്നത് ആക്ച്വലി അപ്പൊ അദ്ദേഹം ശരിക്കും മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിലും പറയുന്നു. അപ്പം ചൈതന്യ ചരിതത്തിൽ ആദ്യ രീതിയിൽ നമ്മൾ ആദ്യം വായിച്ച ഒരു 12 ശ്ലോകത്തിലും അതിലുപരി പറയുന്നത് അദ്വൈതം ഹൃണാദ്വൈത ആചാര്യം ഭക്തി സംസ്നാത് ഭക്താവതാരം ഈശാന്ത അദ്വൈതാചാര്യം ആശ്രയം. അതിന് പറയുന്നു അദ്ദേഹം ഭഗവാൻ ഹരിയിൽ നിന്ന് വിഭിന്നനല്ല, ഭഗവാൻ തന്നെയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്വൈത, ഭഗവാനിൽ നിന്ന് വ്യത്യാസമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്വൈത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പറയുന്ന ആചാര്യൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ആചാര്യൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്? കാരണം അദ്ദേഹമാണ് ഈ ഭക്തിയുടെ ഈ ഒരു പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഒരേ സമയത്ത് അദ്ദേഹം എന്താണ് ഭഗവാനാണ്, അതേ സമയത്ത് ഭഗവാന്റെ ഭക്തന്റെ അവതാരമായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെന്താണ് ഭഗവാനുമാണ് ഭക്ത അവതാരമാണ് നമ്മൾ പറയുന്നത്. അതേ സമയത്ത് അപ്പൊ ഇന്ന് നമുക്ക് അതെന്ത് പ്രാർത്ഥിക്കാം. ഒരു ആചാര്യന്റെ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ പറ്റിയുള്ള ഈ ഭക്തിയെ പറ്റി അദ്ദേഹം പ്രചരണം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും നമുക്ക് ഈ അദ്വൈത ആചാര്യനും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്.
ആരാണോ അദ്വൈതാചാര്യന്റെ കാലിപ്പാടുകൾ പിന്തുടരുന്നത് അവരും എന്ത് വേണം, കൃഷ്ണ ഭക്തിയെ പറ്റി പ്രചരണം ചെയ്യണം. ഇതിനോട് ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാ രീതിയിലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാകാനും ഭഗവാനെ സേവനം ചെയ്യാനുള്ള മനോഭാവം അദ്ദേഹത്തിന് എത്രത്തോളം ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു ഭക്തി ഉണ്ടായിരുന്നു അതിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. വേറെ ആർക്കും സംശയങ്ങളില്ലാതെ തോന്നുന്നു. ഓൾറെഡി നമുക്ക് 5:45 കഴിഞ്ഞിരിക്കാം. കുറച്ച് 2-3 മിനിറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഹരേ കൃഷ്ണ. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായിട്ടുള്ള നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാജി. ഏകാദശിക്ക് ചാമ കഴിക്കാമോ? ചാമ ചാമ കഴിക്കാം മാജി. ചാമ എന്ന് പറയുന്നത് ആക്ച്വലി ഗ്രെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചാമ കഴിക്കാം മാതാജി. ചാമ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെങ്കിൽ റാഗിയൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല മാജി. ഇപ്പം ചാമ നമ്മൾ വാങ്ങുമ്പോഴും നമ്മൾ പൊതുവെ നമുക്ക് ആക്ച്വലി നമ്മൾ പാക്ഡ് ആയിട്ടുള്ള ചാമ നമ്മൾ തന്നെ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും കടയിൽ പോയി നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ചിലപ്പോൾ ചാമ അരിയൊക്കെ ലൂസായി വെക്കുന്ന കടയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അരി ആക്ച്വലി അവർ ചിലപ്പം നമ്മൾ തൂക്കാൻ വേണ്ടി അരിയൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സ്പൂൺ വെച്ച് അവർ അത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് ലൂസ് ആയിട്ടുള്ള കടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ അറിയാലോ, നമ്മളിപ്പോൾ 1 കിലോ ചാമ എന്ന് പറയുന്ന സമയത്ത് അവരവിടെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അരി കോരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതേ സ്പൂൺ എടുത്ത് ഈ ചാമ കോരാണെങ്കിൽ അത് ഒരു എന്താ പറയാ, നമുക്ക് ആക്ച്വലി അതൊരു കണ്ടാമിനേഷൻ ആണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്, ചാമ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അപ്പൊ അത് യൂസ് ചെയ്യാൻ മതി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമ പ്രഭു. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ സദാനന്ദം കി ജയ്. ശീല പ്രഭുപാദ് കി ജയ്. വേദ ഗൗരഭക്തവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? യെസ് മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.